നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾ ആരംഭിച്ചു. നമുക്ക് നവരാത്രി ആഘോഷത്തെക്കുറിച്ചിട്ട് ലളിതമായിട്ട് ഒന്ന് പറയാം. വെളുത്തപക്ഷ പ്രഥമ മുതൽ തുടങ്ങുന്നു നവരാത്രി ആഘോഷം. സാധാരണ 9 ദിവസത്തെ വ്രതവും 10-ാം ദിവസം രാവിലെ പൂജ എടുക്കുന്ന ഒരു രീതിയാണ് പതിവുള്ളത്. ഇത്തവണ 11 ദിവസം വരുന്നു. ആകെ പൂജ എടുക്കുന്നത് 11ാമത്തെ ദിവസമാണ്. അങ്ങനെ വരാറുണ്ട് ചില വർഷങ്ങൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തൃതീയ തിഥി ഇതിൻ്റെ ഇടയിൽ 2 ദിവസമായി വരുന്നതുകൊണ്ട് ആ നീളൽ വരുന്നുണ്ട്. പിന്നെ സാധാരണ പൂജ വെച്ച് ദുർഗാഷ്ടമിക്ക് പൂജ വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ പൂജ എടുക്കുന്ന, ദശമിക്ക് പൂജ എടുക്കുന്ന ഒരു രീതിയാണെങ്കിൽ ഇപ്രാവശ്യം അത് 2 ദിവസം ആയിട്ട് അഷ്ടമിക്ക് തന്നെയാണ് വയ്ക്കുന്നത്. പക്ഷേ സൂര്യാസ്തമനത്തിന് 6 നാഴിക എങ്കിലും, സൂര്യാസ്തമനത്തിന് മുമ്പ് 6 നാഴികയെങ്കിലും അഷ്ടമി വേണം പൂജ വയ്ക്കാൻ എന്നൊരു വിധിയുള്ളത് കൊണ്ട് 10ാം തീയതിയാണ് അതങ്ങനെ വരുന്നത്. അപ്പോൾ ഒക്ടോബർ 10ാം തീയതി നമ്മൾ പൂജ വെച്ചിട്ട് 11, 12 കഴിഞ്ഞ് 13ാം തീയതി ദശമിക്കാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് ഇപ്രാവശ്യം വരുന്നൊരു മാറ്റം. ചില വർഷങ്ങൾ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ 11 ദിവസം മൊത്തത്തിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ദേവിക്ക് വളരെയധികം പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. സാധാരണ ഒരു വർഷത്തിലെ ദിവസങ്ങളെക്കാട്ടിലും ദേവി ചൈതന്യം ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സൗന്ദര്യലഹരി, ദേവി മഹാത്മ്യം, ലളിതാ സഹസ്രനാമം ഇതെല്ലാം ഒരു സാധകൻ ജപിക്കുന്നതിലൂടെ അയാളുടെ കുണ്ടലിനി ശക്തി ഉയർന്ന് അയാൾക്ക് മാനസികമായും ശാരീരികമായിട്ടുള്ള ഒരു ഊർജവും എല്ലാം കിട്ടുന്നതാണ്. ഒരു വർഷത്തെ ഒരു ഊർജം, നമ്മുടെ എന്താ പറയുക, ഓരോ കാര്യങ്ങൾക്ക് ഉള്ള ഒരു ഊർജവും എല്ലാം കൂടുതൽ കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. ശ്രീരാമൻ പോലും രാവണനെ വധിക്കാനായിട്ട് അതിനു മുമ്പായിട്ട് ഈ നവരാത്രി വ്രതം എടുത്തതായിട്ട് പറയുന്നുണ്ട്. ഇതിൽ 9, പണ്ട് നമ്മളിത് സരസ്വതി പൂജയായിട്ടാണ് കേരളത്തിൽ ആഘോഷിച്ചിരുന്നത്. സരസ്വതി പൂജ എന്നുള്ള ഇതിലാണ് അറിഞ്ഞിരുന്നത്. കർണാടകത്തിലൊക്കെയാണ് ഇതൊരു ദുർഗാ പൂജയായിട്ട് കണ്ടിരുന്നത്. ഇപ്പോൾ പക്ഷേ അത് ഇവിടെയും നമ്മുടെ നവദുർഗാ സങ്കല്പങ്ങളെ കുറിച്ചിട്ടെല്ലാം ബോധ്യം വന്നു. നവദുർഗാ സങ്കല്പം ദുർഗയുടെ, അതായത് പാർവതി ദേവിയുടെ 9 രൂപങ്ങൾ, 9 ദിവസം, പ്രഥമ മുതൽ 9 ദിവസം 9 രൂപങ്ങളായിട്ടാണ് അത് പറയുന്നത്. അതിൽ ശ്രീ പരമേശ്വരനെ ഭർത്താവായിട്ട് സ്വീകരിച്ച് ദേവി സന്തുഷ്ടയായിട്ടുള്ള ശൈലപുത്രി രൂപമാണ് പ്രഥമേടന്ന്, ആദ്യത്തെ ദിവസമായ പ്രഥമേടന്ന് ആഘോഷിക്കുന്നത്. പിന്നെ തുടർന്ന് 2ാം ദിവസം ബ്രഹ്മചാരിണി, 3ാം ദിവസം ചന്ദ്രഘണ്ഠ, കൂശ്മാണ്ഡ, സ്കന്ദമാത, കാത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി, അങ്ങനെ 9 രൂപങ്ങൾ. ഇവർക്ക് ഓരോ രൂപങ്ങളെല്ലാം ഉണ്ട്. കയ്യിൽ അവരുടെ ആയുധങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അവരുടെ അങ്ങനെ രൂപത്തിലും ഭാവത്തിലും എല്ലാം വ്യത്യാസമുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ഓരോന്നായിട്ടാണ്, ഓരോ രൂപമായിട്ടാണ് ആഘോഷിക്കുന്നത്. നമ്മളിനി ഒന്നുമല്ല, ഇപ്പോൾ പ്രഥമയുടെ അന്ന് ഓം ശൈലപുത്രി നമ എന്നൊരു 108 പ്രാവശ്യം ചൊല്ലുന്നത് പോലും, ദേവി ശൈലപുത്രി നമ 108 ചൊല്ലുന്നത് പോലും വളരെ നല്ലതാണ്. അപ്പോൾ ഈ ദിവസങ്ങൾ വളരെ വിശേഷമുള്ളതാണ്. കുറച്ചുകൂടി കൂടുതൽ ദേവി ഇതറിയാനും, ദേവി മഹാത്മ്യം, സൗന്ദര്യലഹരി, ലളിതാ സഹസ്രനാമം ഒക്കെ ജപിച്ച് കുറച്ചും കൂടി ഊർജം കിട്ടി നല്ല രീതിയിൽ ഇത് ആഘോഷിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു മാറ്റം ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ തുടർന്നുള്ള ഈ വർഷത്തെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ഊർജം കിട്ടുകയും കുറേയും കൂടി ദേവി കാര്യങ്ങളെ അറിയാനും അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാനും എല്ലാമായിട്ടുള്ള ഒരു അവസരം വന്നുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങളെല്ലാം നന്നായിട്ട് വരട്ടെ, നല്ല രീതിയിൽ പോട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.